ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഡ്രാമയിലെ ഹീറോയിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ഓൾ ഓഫ് എസ് ആർ ഡെഡിന്റെ നമ്പറയാണ് ഇതിനകത്ത് ഹീറോയിൻ. കൂടാതെ ഈ ഡ്രാമ ഇപ്പം ഇറങ്ങിയ ഒരു പുതിയ ഡ്രാമയാണ്. ഡ്രാമയുടെ പേര് ഹെഡ് ഓവർ ഹീൽസ്. സോ ഈ ഡ്രാമയാണ് നമ്മൾ ഇന്നോട്ട് കാണാൻ പോകുന്നത്. ആകെ മൊത്തം 12 എപ്പിസോഡേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു കൊച്ചു ഡ്രാമയാണ്. നമുക്ക് ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഡ്രാമ ഇപ്പം തന്നെ കണ്ടു തുടങ്ങാം. കഥയുടെ തുടക്കം തന്നെ നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഇവളുടെ പേര് സൊങ്യ. പക്ഷെ ഇവൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇവൾക്ക് വേറൊരു പേരുണ്ട്. അതാണ് ഫേറി ചൊഞ്ചി. നമുക്ക് ചൊഞ്ചി മഞ്ചി ഒന്നും വിളിക്കണ്ട, നമുക്ക് സൊങ്യ എന്ന് വിളിക്കാം. കാരണം വല്ലപ്പോഴൊക്കെ അവരെ ആ പേര് വിളിക്കത്തുള്ളൂ. അങ്ങനെ അവളൊരു ശ്യാമന. ശ്യാമൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കൊറിയയിൽ ശ്യാമൻ എന്ന് വിളിക്കുന്നവരെയൊക്കെ ഈ പ്രേതങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് പ്രേതം പിടിച്ചവരെയൊക്കെ ഇവരുടെ മന്ത്രം പറഞ്ഞ് അതിൻ്റെ അടുത്ത് നിന്ന് രക്ഷിക്കാൻ സഹായിക്കും. അങ്ങനെ ഇപ്പൊ ഇവളും ഒരു പ്രേതം പിടിച്ചവനെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടെ ചുറ്റിക്കറങ്ങി ഇവള് പ്രാർത്ഥന ചെയ്യുന്നതിനെ കണ്ട് അവര് മൊത്തത്തിൽ സ്തംഭിച്ചിരിക്കും. കാരണം ആകെ കുറച്ച് ഷാമൻസേ ഉള്ളു ഇപ്പൊ ഈ ഭാഗത്തൊക്കെ ഉള്ള. അതിലൊന്ന് ഇവളാണ്. അങ്ങനെ അവളുടെ പ്രാർത്ഥനയ്ക്ക് ആ ഭൂതം അവിടെ നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് ഇവളും പ്രാർത്ഥനയൊക്കെ ചെയ്ത് അടുത്തേക്ക് വന്നിട്ട് ആ പ്രേതത്തിനോട് സംസാരിക്കും. മൈ ഡിയർ ഗോസ്റ്റ്, നിനക്ക് പോകാനുള്ള സമയമായി. ഞാൻ പ്രാർത്ഥന എല്ലാം ചെയ്ത് നിന്നെ വിളിച്ചോണ്ടോ ഒരു ഗ്രിം റീപ്പർ വരാൻ പോവാ. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ തയ്യാറായിക്കോ എന്ന് ഇവളും പറയുമ്പം അവന്റെ അകത്തിരിക്കുന്ന പ്രേതമാണ് എനിക്ക് പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അത് തിരിച്ചാക്കിയാൻ വിടും. ഇത് കേട്ട് ഇവളാണ് ദേഷ്യത്തി, നിന്നോട് ഇങ്ങനെ പറഞ്ഞൊന്നും നടക്കത്തില്ലടാ, എന്റെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ യൂസ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ എന്നിന് അവള് മന്ത്രം പറയാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് എവിടെ നിന്ന് ഒരു അലാറം കേൾക്കും. അങ്ങനെ ഇതുകൊണ്ട് ഇവളുടെ ഫോക്കസ് ആകുമ്പോഴാണ് ഇവൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ആന്റിയും ഇത് ആരുടെ അലാറം എന്ന് പറഞ്ഞ് ഓഫ് ചെയ്യുന്ന പറഞ്ഞ് അവിടെ ഉള്ളവരൊക്കെ വഴക്കുറയും. പക്ഷെ അപ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഈ അലാറം കേൾക്കുന്നത് അവളുടെ ഫോൺ ഇരുന്ന. അതിനുശേഷം അവൾ ആ ഫോൺ എടുത്തിട്ട്, അയ്യോ എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി ആന്റി, സമയം 7:30 എങ്കിൽ പിന്നെ ഞാൻ 10 മിനിറ്റിനുള്ളിൽ സംഭവം എല്ലാം തീർത്തേക്കട്ടെ എന്നിന് അവളും പറഞ്ഞിട്ട് ആ പ്രയത്നം നോക്കും. ഞാൻ നിനക്കൊരു 10 മിനിറ്റ് തരാം, അതിനുള്ളിൽ നീ പോയിക്കോണം, എന്നാലും നിനക്ക് സ്വർഗത്തിൽ സ്ഥലമുള്ളു എന്നിന് ഇവള് വീണ്ടും പ്രാർത്ഥന ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ പ്രേതവും എങ്കിൽ പിന്നെ 10 മിനിറ്റ് ഞാൻ ഇവിടെ പിടിച്ചിരുന്ന എനിക്ക് പോകണ്ടല്ലോ എന്ന് പറഞ്ഞ് അവളോട് തിരിച്ചു ചോദിക്കും. ഇത് കേട്ട് അവളും നിനക്ക് 10 മിനിറ്റിനുള്ളിൽ സ്വർഗത്തിൽ പോകാൻ ചാൻസ് ഒന്നും നീ പോകത്തില്ല എന്ന് പറഞ്ഞ് ഇവളും ചോദിക്കുമ്പോൾ ആ പ്രേതം ദേഷ്യത്തിൽ ഇവളെ ഉപദ്രവിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് ഇവളുടെ ഡ്രസ്സ് തെറിച്ചു പോയതോടെ എല്ലാവർക്കും മനസ്സിലാവും ഇവൾ ഇപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാന്ന്. അതുകൊണ്ട് എല്ലാവരും ഷോക്കായിരിക്കുമ്പോൾ ഇവൾ എല്ലാവരുടെ ഫ്രണ്ട് എന്നെ കാണിച്ചു കൊടുത്താന്ന് പറഞ്ഞിട്ട് ആ പ്രേതത്തിനോട് ദേഷ്യത്തിൽ പറയും, സ്കൂളിൽ പോയി പഠിച്ച് മാർക്ക് വാങ്ങിക്കുന്ന എത്ര വലിയ കാര്യമാണെന്നറിയാന്ന് പറഞ്ഞിട്ട് ഇവനിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നില്ലെന്ന് ചോദിക്കുമ്പം ആ പ്രേതം അവസാനം വരെ ഞാൻ ഇവൻ്റെ അടുത്ത് നിന്ന് പോകത്തില്ലെന്ന് തലയാട്ടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ദേഷ്യത്തി എങ്കിൽ പിന്നെ എനിക്ക് പോകാൻ സമയമായിടാന്ന് പറഞ്ഞിട്ട് അവൾ അപ്പം തന്നെ അവിടെ നിന്ന് സ്ഥലം വിടും. അങ്ങനെ ഇവള് സ്കൂളിൽ പോകാൻ ലേറ്റ് ആയതുകൊണ്ട് മതിൽ ചാടി അകത്തേക്ക് കയറാൻ നോക്കുമ്പോഴാണ് ഇവൾ വീഴാൻ പോകുന്ന സമയത്ത് വേറൊരുത്തൻ ഇവളെ ഒന്ന് ക്യാച്ച് ചെയ്യും. ഇവന്റെ പേര് ജിഹോ, ഇവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സാ. അപ്പോഴാണ് അവനും, ഓ നീ എപ്പോഴും ഇതിൽ കൂടാനല്ലേ ചാടി വരുന്നത്, അതുകൊണ്ടാ കറക്റ്റ് ഞാൻ ഇവിടെ തന്നെ നിന്ന്. ഒരു ഞാനിപ്പോൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നീ ഇപ്പം താലയടിച്ച് ഇവിടെ കടന്നേനെ എന്നിന് അവളെയും വിളിച്ചോണ്ട് ക്ലാസ്സിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവനെ കണ്ടുടനെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ പെമ്പിള്ളാരും നമ്മുടെ ജീഹോ വന്നേന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറി പോകും. കാരണം ക്ലാസ്സിൽ ഇവൻ കുറച്ച് ഫേമസാ. പക്ഷെ അവരാരും തന്നെ ഇവളൊട്ടും തന്നെ മൈൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇവളും പുറത്തിരുന്നോണ്ട് ഞാനിവിടെ വരുമ്പോൾ തന്നെ നിനക്കൊക്കെ ഡോർ അടച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ് അവളും കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കും. പക്ഷെ നിങ്ങളാരും എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലും എനിക്ക് എന്റെ സന്തോഷം പുറത്തിങ്ങനെ ചുമ്മാ കാണിച്ചേ പറ്റത്തുള്ളെന്ന് പറഞ്ഞ് അവൾ ഫോഴ്സ് ചെയ്ത് സ്മൈൽ ചെയ്തോണ്ട് അകത്തേക്ക് കയറി ചെല്ലും. പക്ഷെ അടുത്ത സെക്കൻഡ് തന്നെ ഇവളുടെ ഫേസിനകത്തുള്ള ചിരി ഇല്ലാതായി പോകും. കാരണം ഇവർക്ക് ഇപ്പൊ എക്സാം ആണ്. എക്സാമിന് ഒരു കോപ്പ് അറിയാതെ ഇവളെങ്ങനെ എഴുതുന്നു പറഞ്ഞ് അവൾ അവിടെ നിന്ന് മുടിയും പിടിച്ചോണ്ടിരിക്കുമ്പോൾ ടീച്ചർ ഇനി 2 മിനിറ്റോളം നിറയും. ഇത് കേട്ട് അവൾ മേടിച്ചിട്ട് 2 മിനിറ്റും കൊണ്ട് ഇത് ഫുൾ എഴുതി തീർക്കണം എന്ന് പറഞ്ഞ് അവൾ ചുമ്മാ ഓരോന്നൊക്കെ ഇങ്ങനെ കുത്തി വരച്ചോണ്ടിരിക്കും. അതോടെ അവൾക്ക് മനസ്സിലായി ഈ തവണയും ഫെയിലായെന്ന്. അവരാണ് ഇത് കണ്ട് ജീഹോ അടുത്തേക്ക് വന്നിട്ട്, ഓ നിന്നെ കണ്ടിട്ട് ഈ തവണ വട്ട പൂജയാണെന്ന് തോന്നല്ല, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് നിന്റെ മാർക്കിന് മിക്കവാറും ഒരു 4 വർഷമുള്ള കോളേജിലും ചേർക്കത്തില്ല, ഒരു ചെറിയ മിഡിൽ സ്കൂളിലൊക്കെ നിന്നെ കൊണ്ട് ചേരാൻ പറ്റത്തുള്ളൂ എന്നിന് ഇവനും പറഞ്ഞ ഉടനെ അവളാകെ പേടിച്ചു പോയിട്ട്, ഇല്ല എന്റെ ആഗ്രഹം എനിക്ക് കോളേജിൽ പോകുന്ന, നീ വേണം നോക്കിക്കോ, ഇന്ന് രാത്രി ഞാൻ വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥന ചെയ്ത പണിയൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാനിരുന്ന് പഠിക്കാൻ പോവുക, നാളത്തെ എക്സാമിനെങ്കിലും ഞാൻ പാസ്സാണ് എന്നിന് അവള് വീട്ടിൽ പോകേണ്ടതെന്ന് തീരുമാനം എടുക്കും. അങ്ങനെ ഈ കാര്യം അവിടെ ജോലി ചെയ്യുന്ന ആന്റിയോട് പറയുമ്പോഴാണ് അവരാണ് ഈ മെസ്സേജ് കണ്ട് ഷോക്കായിട്ട് ഇവള് വന്നില്ലെങ്കിൽ ഇവളുടെ അമ്മ അടിച്ച് കൊല്ലുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവര് പുറകെ നോക്കി ഇങ്ങനെ പേടിച്ചിരിക്കും. അപ്പോഴാണ് അവളുടെ അമ്മ ഒരു വലിയ വാളും കണ്ട് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇപ്പൊ രാത്രിയായി. അവള് സ്കൂളിൽ നിന്ന് പഠിക്കാന്ന് പറഞ്ഞിട്ട് അവൾ ആ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അവിടെ പഠിക്കുന്ന ഒരുത്തിന്
അവനും പെടുക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകും. ഇതേ സമയം ബാത്റൂമിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവനാകെ പേടിച്ചു പോയിട്ട് ഇവന്മാർ ഇത്രയും വലിയ സ്കൂൾ പടിഞ്ഞിട്ട് ലൈറ്റ് പോലും ഇല്ലെന്ന് പറഞ്ഞ് അവൻ അവിടുത്തെ ടോയ്ലറ്റിനകത്തും കയറും. അപ്പോഴാണ് അതേസമയം ഇവന്റെ മുകളിൽ നിന്നൊരു പ്രേതം ഇവനെ നോക്കി ഇങ്ങനെ അടുത്തേക്ക് വന്നോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഇവന്റെ കഴുത്തിന് നേർക്കൊക്കെ കുറച്ച് വെള്ളം വീഴുന്നുണ്ട്. ഇവന് ഷോക്കായിട്ട് മുകളിൽ നിന്ന് എങ്ങനെ വെള്ളം വീഴുന്നതെന്ന് പറഞ്ഞ് അവൻ പതിയെ ഇങ്ങനെ നോക്കും. അപ്പോഴാണ് ആ വാട്ടർ ഗോസ്റ്റിനെ കണ്ട് ഇവ മൊത്തത്തിൽ അങ്ങ് പേടിച്ചു പോകും. അങ്ങനെ അടുത്ത സെക്കൻഡ് അവൻ ക്ലാസ്സിലേക്ക് ഓടി വന്നിട്ട് ഗൈസ് ഞാൻ ബാത്റൂമിൽ ഒരു പ്രേതത്തിനെ കണ്ട്, അത് മറ്റേ വാട്ടർ ഗോസ്റ്റാടാ, ഈ വെള്ളത്തിൽ തന്നെ വരുന്ന പ്രേതം. എന്നിട്ട് അവനും പേടിച്ച് വെപ്രാളത്തിൽ പറയുമ്പം ഇവരാരും ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് ജീഹോ അവിടെ ഇരുന്ന് നല്ല നൈസിന് ഇറക്കിയ തള്ളു. എനിക്കത് ഇഷ്ടപ്പെട്ട അളിയാ. ഏതിന് അവനും മൈൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇവനും പേടിച്ചിട്ട് ഞാൻ പറഞ്ഞ സത്യ. ഏതിന് അവനും പറയുമ്പോഴാണ് ഇവിടെ അതേസമയം ഉറങ്ങി കിടക്കുന്ന സൊങ്യയ്ക്ക് അവൾക്കൊരു സ്വപ്നം വരും. അങ്ങനെ ഇവളുടെ ഒരു അനിയനും ഇവളോട് മുമ്പ് പറഞ്ഞു കാണും ഇവൾക്ക് ലൈഫ് പാർട്ട്ണറായിട്ട് വരാൻ പോകുന്ന പയ്യൻ ഇവളുടെ സ്ഥലത്തേക്ക് വരുമ്പം ഒരു തലതിരിഞ്ഞ് നടക്കുന്ന പയ്യനായിരിക്കും. അതായത് ഇവര് മന്ത്രം പറയുന്ന സ്ഥലത്ത് ആരാണോ ശാപം കിട്ടി പെട്ടെന്ന് തന്നെ മരിക്കാൻ പോകുന്ന അവരെയൊക്കെ തലതിരിഞ്ഞ് നടക്കുന്ന പോലെ ഇവർക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ തലതിരിഞ്ഞ് ആരെങ്കിലും ഇവരുടെ ഫ്രണ്ട് നടന്നു വന്ന അവർക്ക് ഉറപ്പാവും ആ വ്യക്തി പെട്ടെന്ന് തന്നെ മരിക്കുമെന്ന്. അങ്ങനെ ആ സ്വപ്നമൊക്കെ ആലോചിച്ചിട്ട് ഇവളിപ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും. അങ്ങനെ അതിനുശേഷം ജീഹോ അവളും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവന് ഞാൻ വീട്ടിൽ പോകാൻ സമയം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവള് മുകളിലേക്ക് നോക്കുമ്പം അവിടുത്തെ കടയുടെ മുകളിൽ ഒരു പ്രേതം ഇരിക്കുന്ന ഇവള് കാണുന്നത്. ഇത് കണ്ട് അവള് വിഷമിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞ് അവളിന് കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഇതേ സമയം ഇവള് വീട്ടിൽ വരാൻ താമസിച്ചുകൊണ്ട് ഇവിടെ കസ്റ്റമേഴ്സ് എല്ലാം കുറെ സമയം പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പോഴാണ് അവിടേക്ക് താമസിച്ചിരുന്ന ഇവളാണ് ഇന്ന് നല്ല ബിസിനസ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് വേറെ സീക്രട്ട് വഴി കൂടെ വീടിനകത്ത് കയറി പോകും. കാരണം ഇവൾ യൂണിഫോം ഇട്ടേക്കുന്ന കണ്ട പിന്നെ അവൾക്ക് ജോലി സ്ഥലത്ത് അതൊരു നെഗറ്റീവായിട്ട് മാറും. അതുകൊണ്ട് ഇവള് അറിയാതെ വീട്ടിലേക്ക് കയറുമ്പോഴാണ് ഇവളുടെ അമ്മ ഇവളെ പൊക്കിയിട്ട് ഏത് ശാമനാടി പാതിരാത്രിക്ക് ആരും അറിയാതെ താമസിച്ച് വീട്ടിലേക്ക് വരുന്നെന്നറിഞ്ഞ് അവളെ വഴക്കുറയും. അപ്പോഴാണ് അവളും അമ്മ ഞാൻ ഇന്നിവിടെ വരാതിരിക്കാനും തീരുമാനിച്ചില്ലായിരുന്നു, അങ്ങനെയാണെ ഞാൻ ഇന്ന് വരുമായിരുന്നു എന്നിന് ഇവളും പറഞ്ഞ് സൈലന്റ് ആയിട്ടിരിക്കുമ്പം അവളുടെ അമ്മയും ഇനി നിനക്ക് പറയാൻ ഒന്നില്ലേടെ എന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടും. അപ്പോഴാണ് അവളും പെട്ടെന്ന് ഒന്ന് പോവമ്മേ, നിങ്ങൾ എന്നെ എന്തോ ചെയ്യാൻ പറയുന്നത്, എനിക്ക് കോളേജിൽ പോകണമെങ്കിൽ നല്ല മാർക്ക് വേണം, പക്ഷെ അത് പഠിച്ചാലല്ലേ പറ്റത്തുള്ളൂ എന്നിന് ഇവളും പറയുമ്പം ഇത് കേട്ട് അമ്മയും ഷോക്കായിട്ട് എന്തോ നിന്നെ കോളേജിൽ പോകണം, ഇപ്പോൾ ഏത് കോഴ്സ് എടുക്കാൻ പോകുന്നത്, എന്തോ നിന്റെ പ്ലാൻ എന്നിന് അമ്മയും കുറെ ചോദ്യം ചോദിക്കുമ്പം ഇവൾ ഒരൊറ്റ പ്ലാൻ പോലും ഇല്ലെന്ന് പറഞ്ഞിട്ട് റിയാക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അമ്മയും ബെസ്റ്റ് ഒരു പ്ലാനില്ലാതെ നിനക്ക് കോളേജിൽ പോകണം, എടി എന്തിനാടി ഈ ആവശ്യമില്ലാത്ത വർത്തമാനമൊക്കെ, എന്തായാലും നീ ഒരു ശാമനായിട്ട് എന്നെ പിന്തുടരാൻ പോവാ, പിന്നെ നിനക്കെന്തിനാ ഈ കോളേജ് പഠിത്തമൊക്കെ, അതൊക്കെ ജോലി ചെയ്ത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കാ, പക്ഷെ നിന്റെ ജോലി ഇതാന്ന് മുമ്പേ തന്നെ തീരുമാനിച്ചില്ലേ, ഇതങ്ങനെ ആർക്കും കിട്ടുന്ന പവേഴ്സ് ഒന്നല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായോ പൊന്നുമോളെ എന്നിന് അമ്മയും ചോദിക്കുമ്പം ഇത് കേട്ട അവളും ഇല്ല എനിക്ക് കോളേജിൽ പോകണം, അത് പഠിക്കാനൊന്നുമില്ല, അവിടുത്തെ ഫെസ്റ്റിവലും ക്യാൻറ്റീനിൽ ചെന്നൊക്കെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയാ, പിന്നെ ഇടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് പനിഷ്മെന്റ് വാങ്ങിക്കണം, അതൊക്കെ ഒരു ഫണ്ണ്, പക്ഷെ എന്തായാലും അതൊക്കെ വെറും സ്വപ്നം. ഇപ്പം ഞാനൊരു ശാമനായാലും ഒരു സാധാരണ പെൺകുട്ടിയായിട്ട് എന്നെ കാണുന്ന എനിക്കാഗ്രഹം, പക്ഷെ അമ്മയ്ക്ക് തന്നെ അറിയാം ഇതിനൊന്നും ചാൻസ് ഇല്ലെന്ന്, അതുകൊണ്ട് കോളേജിൽ പോകുന്ന കാര്യത്തിനെങ്കിലും നിങ്ങൾ സഹായിച്ചോളാൻ എന്നിന് ഇവളും കുറച്ച് ക്യൂട്ടായിട്ട് ചോദിച്ചു നോക്കുമ്പം ഇത് കേട്ട് അവളുടെ അമ്മയും വീന്നുമായിട്ട് നിന്റെ സ്വീറ്റ് ടോൾക്കൊക്കെ കയ്യിൽ തന്നെ വെച്ചോന്ന് പറഞ്ഞിട്ട് അവരെന്നെ സമ്മതിക്കും. പക്ഷെ എന്നാലും എല്ലാത്തിനേക്കാൾ ഇമ്പോർട്ടന്റ് ഇവിടേക്ക് വരുന്ന കസ്റ്റമേഴ്സാന്ന് പറഞ്ഞ് അതിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അവസാനം സംസാരം കഴിഞ്ഞ് ഇവർ ഓപ്പൺ ചെയ്യുമ്പോഴാണ് കസ്റ്റമേഴ്സ് ഓരോരുത്തരായിട്ടും അകത്തേക്ക് കയറി വരും. അങ്ങനെ വരുന്ന മിക്കുള്ളവരും പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ വേണ്ടി ഒന്നല്ല, അവർക്ക് ജോലി കിട്ടിയില്ല, പിന്നെ കല്യാണം കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതിനൊക്കെ പരിഹാരം ഇവളും ചെയ്തു കൊടുത്തിട്ട് അവർക്ക് കുറെ അഡ്വൈസ് ചെയ്യും. അതിനുശേഷം അടുത്ത സ്കൂളിൽ വെച്ച് ഇവളും ജീഹയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൊങ്ങയാണ് അവള് പ്രേമിക്കാൻ പോകുന്ന പയ്യൻ എന്തായാലും ഹാൻസം ആയിട്ട് മാത്രം ഇരുന്നാൽ മതി എന്ന് പറയും. അതുകൊണ്ട് ഇവൾക്ക് മനസ്സിൽ തോന്നുന്ന ഫീലിങ്സിനെ കുറിച്ചൊന്നും ഒരു അഭിപ്രായം ഇല്ലെന്ന് പറയുമ്പം ഇത് കേട്ട് ജീഹോ അടുത്തേക്ക് വന്നിട്ട് ഓ നിനക്കപ്പോൾ ആളെ കാണാൻ ഹാൻസം ആയിട്ട് മാത്രം ഇരുന്നാൽ മതി, ഒരേശ് അവനൊരു സൈക്കോ കില്ലർ ആണെങ്കിലോ നീ അവന്റെ കൂടെ ജീവിക്കോ എന്നിന് ഇവനും ചോദിക്കുമ്പം ഇത് കേട്ട് അവളാണ് ഷോക്കായിട്ട് എടാ മരമണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞാലും നീ ഇത്രയും വലിയ എക്സാമ്പിൾ ഒക്കെ തരണോ, എന്തായാലും നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേറൊരു റീസണും കൂടെ പറയാം, അവ ഹാൻസം മാത്രമായിരിക്കില്ല, ആരെങ്കിലും ഒറ്റയ്ക്ക് സഹായം ആവശ്യപ്പെട്ട് അവര് കരയുവാണ് അവരെ ചെന്ന് സമാധാനപ്പെടുത്തി സഹായിക്കുന്ന ഒരാളും കൂടെ ആയിരിക്കണം, അങ്ങനത്തെ ഒരു നല്ല പയ്യനെയാ എനിക്ക് വേണ്ടത് എന്നിന് ഇവളും പറയുമ്പം ഇത് കേട്ട് അവനും ഓ അതിപ്പോ ആരായാലും സഹായിക്കുമല്ലോ, അതിന് ഹാൻസം ആയിട്ട് പയ്യനെ തന്നെ വേണം എന്നിന് ഇവനും പറയുമ്പോഴാണ് അവൾ ഓർത്ത് വെക്കുന്ന കൊച്ചിലെ ഇവള് കരഞ്ഞോണ്ടിരിക്കുമ്പം ഇവളുടെ അടുത്ത് നടന്നുപോയ ആരും തന്നെ ഇവളെ കണ്ട് അടുത്തേക്കൊന്നും കാണത്തില്ല, അതുകൊണ്ട് അവൾ അതൊക്കെ വിചാരിച്ചു നോക്കിയിട്ട് പറയുന്ന പോലെ അങ്ങനെ ആരും മൈൻഡ് ചെയ്യത്തില്ലെന്ന് അവളതൊക്കെ ആലോചിച്ചോണ്ടിരിക്കും. അതിനുശേഷം ജീഹോ ആണ് ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ശരിയെന്നാ കാണാൻ ഹാൻസം ആയിട്ട് ഞാനും ഉണ്ട്, പിന്നെ കരയുന്നവരിലൊക്കെ ഞാൻ വേണം സഹായിച്ചോളാം, ഇപ്പൊ നീ എന്നെ കുറിച്ച് എന്താ പറയുന്നത് എന്നിന് ഇവനും ചോദിക്കുമ്പോൾ നിന്റെ ഹാൻസം ഒന്ന് പോരെന്ന് പറഞ്ഞിട്ട് അവളവിടെ നിന്ന് പോകും. അതുകൊണ്ട് അവനും മൊത്തത്തിൽ അങ്ങ് നാണം കിടും.
അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് രാത്രിയും ഇവളുടെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ വേണ്ടി അവളും വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അതേസമയം ഇപ്പോഴാണ് നമ്മുടെ ഹീറോയെ കാണിക്കുന്നത്. അങ്ങനെ അവന്റെ അമ്മൂമ്മയായിട്ട് താല്പര്യമില്ലാതെ ഇവിടേക്ക് വരുമ്പം അവളുടെ അമ്മയാണ് ഇവനെ കണ്ട് ഷോക്കാവും. ഈ പയ്യൻ എന്നിന് അവര് സംസാരിക്കാൻ വരുമ്പം അവന്റെ അമ്മൂമ്മയാണ് എന്റെ പേരക്കുട്ടി കാണാൻ ഹാൻഡ്സമാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറും. പക്ഷെ അവര് പറയാൻ വന്ന വേറൊരു കാര്യ. അങ്ങനെ അതിനുശേഷം ഇവിടെ നമ്മുടെ ഹീറോ ഗിന്നു അകത്തേക്ക് കയറി വരുമ്പോഴാണ് ഇവനെ കണ്ട ഉടനെ അവൾ മൊത്തത്തിൽ ഇംപ്രസ് ആകും. ദൈവമേ, ഞാൻ ഇതുവരെ കാത്തിരുന്ന ഹാൻഡ്സമായ പയ്യൻ ഇവനാണോ? പക്ഷെ ഇവനിതിനെ തലതിരിഞ്ഞ് നടന്നു വരുന്നത്, അതിനർത്ഥം ഇവൻ പെട്ടെന്ന് തന്നെ മരിക്കാൻ പോവാണോ? അയ്യോ പാവം, ഇത്ര ഹാൻഡ്സമായ പയ്യന് ഈ ഒരു അവസ്ഥ വരണോ എന്നിന് അവൾ അവനെ കുറിച്ച് തന്നെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അമ്മുമ്മ അവളോട് അവരുടെ പേരക്കുട്ടി ഗിന്നുവിന് കുറെ ഡേഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവന്റെ സുരക്ഷയ്ക്ക് വേണ്ടി വന്നേന്ന് പറയും. അതുകൊണ്ട് ഇവനെ രക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടോന്ന് ചോദിക്കുമ്പം ഇത് കേട്ട് അവളും ഇവൻ പെട്ടെന്ന് തന്നെ മരിക്കും. പക്ഷെ ഈ ഹാൻഡ്സമായ പയ്യൻ ഇത്രയും പെട്ടെന്ന് മരിക്കണോ? കൂടാതെ ഇവൻ മരിക്കാൻ വെറും 21 ദിവസമേ ഉള്ളു എന്നിന് അവള് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അവന്റെ അമ്മുമ്മയും നിനക്ക് എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞ് അവനെ സംസാരിക്കാൻ പറയും. പക്ഷെ ഇവനാണ് ഇതിലൊന്നും താല്പര്യമില്ല, അവന്റെ അമ്മുമ്മയ്ക്ക് വേണ്ടി മാത്രം കൂടെ വന്ന്. അതുകൊണ്ട് അവന്റെ അമ്മുമ്മ വിഷമിച്ചിരിക്കുന്നുണ്ട് അവരുടെ കൈ പിടിച്ച് സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന അവൾക്ക് മനസ്സിലാവും ഒരു ശിവള് വിചാരിക്കുന്ന പോലെ തന്നെ ഹാൻസമിന്റെ കൂടെ ഇവന് നല്ല സ്വഭാവം കാണുമെന്ന്. അതുകൊണ്ട് അവൾ അത് ചോദിച്ചു മനസ്സിലാക്കും. ഒരുപക്ഷെ ആരേലും സഹായം ആവശ്യപ്പെട്ട് ഇവൻ അറിയാത്ത ഒരു വ്യക്തി കരയുവാണ്, ഇവൻ അടുത്തേക്ക് ചെന്ന് അവരെ സമാധാനപ്പെടുത്തുമെന്ന്. അപ്പോഴാണ് ഇത് കേട്ട അവനും എനിക്ക് സമാധാനപ്പെടുത്തുവാനൊന്നും അറിയത്തില്ല, പക്ഷെ അങ്ങനെ ആരെങ്കിലും കരയുന്ന കാണുവാണ് ഞാൻ അവരുടെ കരച്ചിൽ തീരുന്നവരെ അടുത്തേക്ക് നിന്ന് അവരുടെ കൂടെ തന്നെ കാണുന്നറിയും. ഇത് കേട്ട് അവളാണ് ഇംപ്രസ് ആയിട്ട് ഓ ഞാൻ വിചാരിച്ച പോലെ തന്നെ എന്റെ ക്രഷിനുള്ള എല്ലാ ക്യാരക്ടറും ഇവനുണ്ട് എന്നിന് അവളും പഴയത് ഓർത്ത് നോക്കുമ്പോഴാണ് അന്ന് ഇവള് കരഞ്ഞോണ്ടിരുന്നപ്പോ ഇവൾ ആരും സമാധാനപ്പെടുത്തി കാണത്തില്ല. പക്ഷെ ആ ഏതോ ഒരു ചെറുക്കൻ അടുത്ത് നിന്ന് കാണും. അതുകൊണ്ട് ഇവള് പെട്ടെന്ന് അടുത്തേക്ക് ചെന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേരക്കുട്ടിയെ ഞാൻ സംരക്ഷിക്കും, ഇതെന്റെ വാക്ക്, ഇനി നിങ്ങളാണ് നോക്കിക്കോ. 3 ആഴ്ചക്ക് ശേഷം ഇവനെ പിന്നെ ഒരു ഡേഞ്ചർ സംഭവിക്കാൻ പോകുന്നില്ല. എന്നിന് അവളും ചിരിച്ചോണ്ട് ഇവനെ തന്നെ വായി നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവൻ ഇതൊക്കെ ചുമ്മാ ഫ്രോഡാന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മൂമ്മയായിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇവര് പോയതിനു ശേഷം അവളുടെ അമ്മ പുറത്തേക്ക് വന്നിട്ട് എന്തോന്ന് നീ അവനെ 3 ആഴ്ച കൊണ്ട് രക്ഷിക്കുമെന്നോ? ആരെ രക്ഷിക്കും മാഡം, നിങ്ങൾ ചെന്ന് ഇപ്പൊ വന്ന ബാഡ് ലക്കിനെ ഇല്ലാതാക്കി കള. എന്നിട്ട് അവര് ഉപ്പെടുത്ത് തറയെറിഞ്ഞ് ആ സ്ഥലം ക്ലീൻ ചെയ്യുമ്പം ഇത് കാണുന്ന ഗിന്നുവാണ് ദേഷ്യത്തി അകത്തേ ചെല്ലാൻ നോക്കും. പക്ഷെ അവന്റെ അമ്മൂമ്മയാണ് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. കാരണം ഇവളുടെ അമ്മ പേടിക്കുന്ന ഇതിനുമ്പ് മരിക്കാൻ പോകുന്ന ഒരാളിനെ ഇവളെ സഹായിക്കാൻ നോക്കിക്കാണും. കാരണം ഒരാൾ മരിക്കാൻ പോകുന്ന തീരുമാനിച്ച പിന്നെ കുറെ പ്രേതങ്ങള് അയാളെ കൊല്ലാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കും. അങ്ങനെ പ്രേതങ്ങളുടെ അടുത്ത് നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ ഇവൾക്ക് മരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആദ്യത്തെ ഒരു വ്യക്തി അങ്ങനെ രക്ഷിക്കാൻ നോക്കിയപ്പോ ഇവളെ സഹായിക്കാൻ പറ്റാതെ അങ്ങേരെ വണ്ടി ഒന്ന് ഇടിച്ച് കൊന്നു കാണും. പക്ഷെ ആ സമയത്ത് ജസ്റ്റ് മിസ്സിനായിരിക്കും ഇവള് രക്ഷപ്പെട്ടെ. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അവളുടെ അമ്മയും നീ ഒരാളെ രക്ഷിക്കാൻ നോക്കിയപ്പോ നീ തന്നെ അന്ന് മരിക്കാൻ പോയി, അതുകൊണ്ട് ഇത് വീണ്ടും ആവർത്തിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല എന്നിന് അവളുടെ അമ്മയും ഇവളെ ഓർത്ത് പേടിച്ച് വേണ്ടെന്ന് പറയും. കാരണം ഇവന്റെ ജീവൻ രക്ഷിക്കാൻ പോയ അതേപോലെ തന്നെ ഇവളുടെ ലൈഫ് ഡേഞ്ചറിലേക്കാ പോന്നെ. അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എനിക്ക് പോലും അത്ര പ്രേതങ്ങളെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവളുടെ അമ്മയും പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷെ അവസാനം വരെ അവൾ ഉറച്ചിരിക്കും എന്തായാലും അവനെ രക്ഷിക്കാൻ വേണ്ടി ഇവളെ തയ്യാറാന്ന്. കാരണം ഇവളുടെ ഫസ്റ്റ് ക്രഷായിട്ട് അവനിപ്പം മാറി. അങ്ങനെ അതുപോലെ അടുത്ത ദിവസം ഇവളിവിടെ അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പം അടുത്തേക്ക് ജിഹോ വന്നിട്ട് നീ വീണ്ടും പരീക്ഷയ്ക്ക് മുട്ട വാങ്ങിച്ചെന്ന് പറഞ്ഞ് അവളൊന്ന് കളിയാക്കും. അപ്പോഴാണ് അവളും ഒന്ന് ബോർഡ് ഇറക്കുക, ഞാനിപ്പോ തമാശയാക്കുന്ന മൂഡിലൊന്നുമില്ല. ഏതിന് ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വേറെ ക്ലാസ് ടീച്ചർ വന്നിട്ട് ഇന്ന് ക്ലാസ്സിലേക്ക് ഒരു പുതിയ സ്റ്റുഡന്റ് വരാൻ പോകുന്ന പറഞ്ഞ് അവരെയൊക്കെ പരിചയപ്പെടുത്തും. അപ്പോഴാണ് ഇവരും ക്ലാസ് തുടങ്ങി കുറെ ദിവസമായിട്ട് ഇപ്പോഴാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവർ നോക്കുമ്പോഴാണ് ഇവരുടെ ക്ലാസ്സിലേക്ക് ഗിന്നും കയറി വരുന്നത്. അപ്പോഴാണ് ഇവനെ കണ്ട അവന്മാരൊക്കെ നമ്മുടെ ജിഹോയെ പൊട്ടിക്കാൻ വേറൊരു ഹാൻഡ്സമായ ഭയമെന്ന് പറഞ്ഞ് അവരെല്ലാം വായി നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം ഇവനെ കണ്ട് സിയോങ്ങയാണ് നീ എന്തോടെ ഇവിടെ ചെയ്തെന്ന് പറഞ്ഞ് അവൾ മൊത്തം ഞെട്ടിപ്പോവും. അപ്പോഴാണ് പിള്ളേരെല്ലാരും കൂടെ ഇവൾ എന്തിനാ ഷോക്കാന്ന് പറഞ്ഞ് അവളെ തന്നെ തുറിച്ചു നോക്കുമ്പം ഇവൾ എന്തോ അറിയണമെന്ന് അറിയാതെ ടെൻഷനായിട്ടിരിക്കും. കാരണം ഇവളുടെ ജോലിയെ കുറിച്ച് ആകെ അറിയുന്ന ജിഹോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഇവൻ ഈ സത്യം അറിഞ്ഞോന്ന് പറഞ്ഞ് അവൾ പേടിച്ചിരിക്കുമ്പം ഗിന്നുവിനാണ് ഇവൾ ഒട്ടും തന്നെ പിടികിട്ടത്തില്ല. അതുകൊണ്ട് അവന് മറ്റുള്ളവർ ഫ്രണ്ട് ഇവളുടെ നാണക്കേട് ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ എല്ലാവരും വീട്ടിലെ ചെല്ലുമ്പോഴാണ് ഇവൾ അടുത്തേക്ക് ചെന്ന് അവനോട് സംസാരിക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവനും ഞാൻ ചുമ്മാ നിന്നെ നാണക്കേടില്ലാക്കാൻ വേണ്ടി പറഞ്ഞ അല്ല ഇതിനുമ്പ് ഞാൻ നിന്നെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇത് കണ്ടിട്ട് അവളും എങ്കിൽ പിന്നെ ഞാൻ ആ ശ്യാമെന്ന് ഇവനെ മനസ്സിലായില്ല, എന്നിട്ടും എന്നെ അറിയാവുന്ന പോലെ അവൻ ചുമ്മാ എല്ലാവരോടും പറഞ്ഞല്ലേ എന്ന് ഇവള് സന്തോഷിച്ച് നാണിച്ചോണ്ടിരിക്കും. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന മുമ്പ് ഗിന്നു ആണ് അവിടെ പുറത്ത് ഗ്രൗണ്ടിൽ പിള്ളേരെ ആർച്ചറി പ്രാക്ടീസ് ചെയ്യുന്ന ഇവൻ കണ്ടോണ്ടിരിക്കും. അങ്ങനെ അത് കാണുമ്പോൾ അവന്റെ പഴയ സ്കൂളൊക്കെ അവൻ ഓർമ്മ വരും. അതായത് ഇതിനുമ്പ് അവൻ ആർച്ചറിയിൽ ഗോൾഡ് മെഡൽ വാങ്ങിക്കുന്നവനായിരുന്നു. പക്ഷെ ഇവന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇവൻ വിജയിച്ചാലും അവർ വലുതായിട്ട് സന്തോഷപ്പെടത്തില്ല. കാരണം ഇവൻ അടുത്തുണ്ടായ ബാഡ് ലക്ക് ആണെന്ന് അവരൊക്കെ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവന് വിഷമിച്ച് അവിടെ തന്നെ നിൽക്കും. അതേസമയം ഇവിടെ രാത്രിയായിട്ടും കുറച്ചുപേര് മാത്രം പഠിക്കാൻ വേണ്ടി
ക്ലാസ് റൂമിൽ ഇരിക്കും. അപ്പോഴാണ് ഇതിനു മുമ്പ് ബാത്റൂമിൽ പോയ അവനാണ് ഇപ്പൊ വീണ്ടും ടോയ്ലറ്റ് പോകാൻ പേടിച്ചു പോയി ജീഹോന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, അളിയ ബാത്റൂം പേരൊന്ന് വരാവോ, എനിക്ക് പേടിയാവുന്നു. എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് ജീഹോ ഞെട്ടിയിട്ട്, എടാ നാണല്ലാത്തവനെ, നീ എന്നെ ബാത്റൂം വിളിക്കുന്നോ, പഠിച്ചു വട്ടായാടാ, ഒന്ന് പോയെ, ഞാൻ അങ്ങനത്തെ പയ്യനൊന്നല്ല. എന്നിട്ട് ഇവനും പറഞ്ഞ ഉടനെ അവനാണ് ദേഷ്യത്തി, എന്തുവാടാ നീ നമ്മുടെ ക്ലാസ്സിലെ നല്ല പയ്യനല്ലേ, ഈ ഒരു സഹായം മാത്രം ചെയ്, എന്റെ കൂടെ നീ ബാത്റൂം വരെ വന്നാൽ മതി. എടാ കൊരങ്ങ, ഞാൻ നല്ല പയ്യനൊക്കെയാ, പക്ഷെ ബാത്റൂമിൽ നിന്റെ കൂടെ വരുന്ന അത്രയും നല്ല പയ്യനൊന്നല്ല. എന്നിട്ട് അവനും മൊത്തത്തിൽ പേടിച്ചുറച്ചു. എന്നിട്ട് അവനും പഠിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ ഗിന്നുവാണ് കുറെ സമയമായിട്ട് അവര് പ്രാക്ടീസ് ചെയ്യുന്നതന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഇവൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഗിന്നും അവനൊന്നും കാണാത്ത പോലെ അവിടെ നിന്ന് പോകും. ഇത് കണ്ട് ജീഹോ പറയുന്നു, ഡാടാ കണ്ടിട്ട് മൈൻഡ് ചെയ്ത് പോന്നോ, പോടാ, നീ എന്റെ ഫീലിങ്സിന് ഹേർട്ട് ചെയ്ത്. എന്നിട്ട് അവൻ അവിടെ നിൽക്കുമ്പോൾ പറയുന്ന കോച്ചും വന്നിട്ട്, ഓ നീ ആയിരുന്നു കുറെ സമയം കൊണ്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്, കൊള്ളാം, നല്ല ബോഡിയൊക്കെയാ, എങ്കിൽ പിന്നെ ഞങ്ങളുടെ ആർച്ചറി ക്ലബ്ബിൽ ഒന്ന് ജോയിൻ ചെയ്യാത്തത്, ഞങ്ങൾ കുറച്ച് ആൾക്കാരുടെ കുറവുണ്ട്. ഇതിനെ കോച്ചും വിളിച്ചുടനെ ഇവനാകെ പേടിച്ചു പോയിട്ട്, എന്തോ ഞാനോ, എന്റെ പൊന്ന് സാറ്, എനിക്കറിയാം നിങ്ങളുടെ ടീം ഇതുവരെ വിജയിച്ചിട്ടില്ല, പക്ഷെ അതുകൊണ്ട് ഇങ്ങനെ കണ്ണി കാണുന്ന മരുന്ന് വിളിക്കല്, ടാലന്റ് ആയിട്ടുള്ള പയ്യന്മാര് തന്നെ വന്ന് ടീമിൽ ചേർന്നോളും. ഇതിന് അവനാക്കിയിട്ട് പോയ ഉടനെ കോച്ചാണ് ഇവിടെ മൊത്തം ഷോക്കായി പോകും. എടാ മരമാക്കറി, നീ എന്നെ ഇട്ടാക്കുന്ന, നിന്നെ ഞാൻ എങ്ങനെയൊക്കെ ടീം എടുക്കോളാം. ഇതിന് അദ്ദേഹം പറയുന്ന അതേ സമയം ഇവിടെ ഇവനും പേടിച്ചിട്ട് ഈ നാറുകളുടെ സ്കൂൾ ഇതുവരെ ലൈറ്റ് ശരിയാക്കിയില്ലെന്ന് പറഞ്ഞ് അവനും പേടിച്ച് ബാത്റൂമിൽ പോകാൻ വേണ്ടി നോക്കും. പക്ഷെ അന്നത്തെ പോലെ തന്നെ ഇവനാ കയറി ടോയ്ലറ്റ് മാത്രം ഓപ്പൺ ആയിട്ടിരിക്കത്തുള്ളൂ, കാരണം മനഃപൂർവ്വ പ്രേതം ഇവൻ അവിടേക്ക് വരുത്തുക, അതുകൊണ്ട് കൺട്രോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അളിയൻ അവിടേക്ക് തന്നെ പേടിച്ച് കയറുമ്പോൾ ഈ തവണ ആ വാട്ടർ കോസ്റ്റ് മുകളിലുണ്ടെന്ന് പറഞ്ഞ് അവനിങ്ങനെ പതിയെ നോക്കും. പക്ഷെ മുകളിലാണ് ഒന്നും തന്നെ കാണത്തില്ല. അതുകൊണ്ട് അവന് ആശ്വാസത്തി ഫ്രണ്ടിൽ നോക്കുമ്പോൾ പെട്ടെന്ന് ഇവന്റെ ഫ്രണ്ട് എന്ന പ്രേതം നിൽക്കും. അതിനുശേഷം അടുത്ത സെക്കൻഡ് ആ പ്രേതം വന്ന് ഇവൻ അറ്റാക്ക് ചെയ്യും. ഇതേ സമയം ഗിന്നു തിരിച്ച് വീട്ടിലേ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനു മുമ്പ് സിയോങ്ങ കണ്ട പ്രേതമാണ് ഇപ്പൊ അവിടെ ഗിന്നു വരുന്നിട്ട് ഇവൻ ആക്രമിക്കാൻ വേണ്ടി തയ്യാറാകും. കാരണം ഇവൻ പെട്ടെന്ന് മരിക്കാൻ പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എല്ലാ പ്രേതം ഇവനെ കൊല്ലാനും നോക്കുന്നത്. അതുകൊണ്ട് മുകളിലത്തെ ബാനർ വീഴ്ത്തി ഇവനെ കൊല്ലാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇത് കാണുന്ന അവനും അത് വലിയ കാര്യമായിട്ട് എടുക്കാതെ അവനെ തന്നെ പേടിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നടന്നു വന്നോണ്ടിരിക്കും. അതേസമയം ആ വഴി കൂടെ വരുന്ന സിയോങ്ങയാണ് ഇവൻ ഡേഞ്ചർ ഇരിക്കുന്നിട്ട് അവൻ എങ്ങനെയൊക്കെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഓടി അവന്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇതേപോലെ വേറെ ഡ്രാമാസ് കാണാൻ ആഗ്രഹമുണ്ട് നമ്മുടെ ചാനലിൽ ചെന്ന് കണ്ടുനോക്കുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.